അവിടെ കണ്ണിമ ചിമ്മാതെ കാത്തിരിക്കാവുന്ന കാഴ്ചകളാണ്. ഓണം വാരാഘോഷത്തിന്റെ സമാപനം കുറിച്ചുകൊണ്ടിതാ ഘോഷയാത്ര തുടങ്ങിക്കഴിഞ്ഞു. നിശ്ചല ദൃശ്യങ്ങളുണ്ട്, കലാകാരന്മാർ അണിനിരക്കുന്ന വിവിധ കലാരൂപങ്ങളുണ്ട്. സാംസ്കാരിക കേരളത്തിന്റെ ഒരു പരിച്ഛേദമാണ് നമുക്കവിടെ കാണാൻ കഴിയുന്നത്, അല്ലേ റോഷിപാൽ? വിനീത, ഓണം വാരാഘോഷം സമാപനം കുറിക്കുമ്പോൾ വലിയ ആവേശമാണ്. പക്ഷേ തലസ്ഥാന നഗരി ആകെ കാത്തിരിപ്പാണ്. ഘോഷയാത്രയിൽ നിശ്ചല ദൃശ്യങ്ങൾ എന്തൊക്കെയുണ്ട്, എന്തൊക്കെ കലാരൂപങ്ങളാണ് എന്നതൊക്കെ കാത്തിരിക്കുന്നു. ഞാനിപ്പോൾ കനകക്കുന്നിന് തൊട്ടടുത്താണുള്ളത്. മാനവീയം വീതിയിൽ നിന്നും ഫ്ലാഗ് ഓഫ് കഴിഞ്ഞ് പതുക്കെ ഈ ഘോഷയാത്ര ഇങ്ങോട്ടേക്ക് വരികയാണ്. മന്ത്രിമാർ ഉൾപ്പെടെയുണ്ട് മുന്നിൽ, മേയർ അടക്കം അവർ നയിക്കുകയാണ് ഘോഷയാത്രയെ. ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് ഘോഷയാത്ര. കഴിഞ്ഞ തവണ ഘോഷയാത്ര ഉണ്ടായിരുന്നില്ല. വലിയ കാത്തിരിപ്പാണ് ആളുകൾക്ക്. ഇവർ പ്രതീക്ഷയോടെയുള്ള കാത്തിരിപ്പാണ്. ഈ നിശ്ചല ദൃശ്യങ്ങൾ എന്തൊക്കെ കലാരൂപങ്ങളുണ്ടെന്ന് നമുക്ക് അവിടേക്ക് പ്രതികരണം നേടാവുന്നതാണ്. ഓണമൊക്കെ അടിപൊളിയായോ? ഓണമൊക്കെ അടിപൊളിയാകും. അവിടെ നബിദിനം ഓണമൊക്കെ ഒരുമിച്ചോ? അത് സൗകര്യമായി, എല്ലാവർക്കും ഒരേപോലെ ആഘോഷിക്കാൻ പറ്റുന്നു. എവിടുന്നാ വരുന്നത്? അടിപൊളിയായോ ഇത് അവിടുത്തെ ഓണാഘോഷം? ഇവരൊക്കെ കാത്തിരിക്കുകയാണ്. ഇവിടെ കാലാവസ്ഥ അനുകൂലമാണ്, അതുകൊണ്ട് വെയിലൊന്നുമില്ല. എല്ലാവരും ഇങ്ങനെ കാത്തിരിക്കുകയാണ്. നമുക്ക് വേറൊരു ദൃശ്യം കാണിക്കാം. ഇതാ ഇങ്ങനെ സ്കേറ്റിംഗ്, ഇത് നഗരത്തിലുള്ള സ്പീഡ് സ്കേറ്റിംഗ് ക്ലബ്ബാണെന്ന് ഈ പോകുന്ന കുട്ടികളടക്കം അവരൊക്കെ ഇതിൻ്റെ ഭാഗമായി ഘോഷയാത്രയുടെ ഭാഗമാകുന്നതാണ്. അങ്ങനെ ഓരോ വ്യത്യസ്തമായ കാഴ്ചകളാണ്. ഈ കാഴ്ചകൾ ഓരോന്ന് ആസ്വദിക്കാനായി അല്പസമയത്തിനകം ഞങ്ങൾ നിൽക്കുന്ന കനകക്കുന്ന് ഭാഗത്തേക്ക് ഘോഷയാത്ര എത്തിച്ചേരും. ഘോഷയാത്ര ഏതാണ്ട് 60 നിശ്ചല ദൃശ്യങ്ങളുണ്ട്, നിരവധി കലാരൂപങ്ങളുണ്ട്. ഒക്കെ വ്യത്യസ്തമായ കലാരൂപങ്ങളാണ്. എല്ലാവരും കാത്തിരിക്കുകയാണ്. എങ്ങനെയുണ്ട് ഈ തവണ? വലിയ പ്രതീക്ഷയാണോ ഘോഷയാത്ര? തിരുവനന്തപുരത്ത് തന്നെയാണോ? സിവിൽ സ്റ്റേഷന്റെ എല്ലാ തവണയും ഘോഷയാത്ര കാണാൻ വരും? പറ്റുന്ന വർഷം 20 വർഷം കൊണ്ട് വരുന്നുണ്ട്. ഓണം അടിപൊളിയായി, അടിപൊളി തകർത്ത്. അപ്പൊ അങ്ങനെ ഇവരൊക്കെ കാത്തിരിക്കുകയാണ്. വിനിത, ഘോഷയാത്ര ഇതാ കടന്ന്, ഘോഷയാത്രയുടെ മുന്നിലുള്ള പോലീസ് സംഘമാണ്, സുരക്ഷാ സംഘമാണ്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങൾ അല്പസമയത്തിനകം തന്നെ അശ്വാരൂഢ സേനയാണ് ഘോഷയാത്രയെ നയിക്കുന്നത് മുന്നിലുള്ളത്. അതിന് തൊട്ട് പിന്നിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മദ്രാസ് റെജിമെന്റ് ആർമിയുണ്ട്. അങ്ങനെ ഓരോ NCC ഉണ്ട്, ഒപ്പം സ്റ്റുഡൻസ് പോലീസ് കാഡറ്റ് ഉണ്ട്, കേരള പോലീസും ടൂറിസവും KSCBയും തുടങ്ങിയ സർക്കാരിൻ്റെ എല്ലാ വകുപ്പുകളും നിശ്ചല ദൃശ്യങ്ങൾ ഈ തവണ അവതരിപ്പിക്കുന്നുണ്ട്. അതിനൊപ്പം തന്നെ കലാരൂപങ്ങളുടെ വിവിധ സംഘടനകളുടെ നിശ്ചല ദൃശ്യങ്ങളുണ്ട്. വ്യത്യസ്തമായ സംസ്ഥാനത്തിനകത്തും പുറത്തു നിന്നുള്ള കലാരൂപങ്ങളൊക്കെ, മനോഹരമായ കലാരൂപങ്ങളൊക്കെ നിറഞ്ഞ ഒരു ഘോഷയാത്രയാണ്. അതുകൊണ്ട് വളരെ മനോഹരമായ ആ കാഴ്ച ആസ്വദിക്കാൻ തന്നെ വളരെ നേരത്തെ, ഇവരൊക്കെ ഏതാണ്ട് 2 മണി കഴിയുമ്പോഴത്തേക്കും ഈ മേഖലയിൽ ഈ ഘോഷയാത്ര കടന്നു പോകുന്ന പാതയ്ക്ക് ഇരുവശത്തുമായി അവർ കാത്തിരിക്കുകയായിരുന്നു. ഈ ഘോഷയാത്ര പതുക്കെ സ്കേറ്റിംഗ്, നേരത്തെ നമ്മൾ കണ്ട കുട്ടികളാണ്, ഇപ്പോൾ അവർ ആണ് മുന്നിൽ കാണാൻ നമുക്ക്. പിന്നീട് ഏതാണ്ട് കനകക്കുന്ന് ഭാഗത്തെ ഘോഷയാത്ര എത്തിക്കഴിഞ്ഞു. ഘോഷയാത്രയുടെ ആദ്യ ഭാഗം എന്തായാലും കൊച്ചു കുട്ടികളാണ് സ്കേറ്റ് ചെയ്തുകൊണ്ട് പോകുന്നത്. അതിൽ മാവേലിയുണ്ട്, പുലിവേഷം കെട്ടിയവരുണ്ട്. ഏതായാലും അവർക്കൊക്കെ തന്നെയും ആവേശമാണ്. സുനിഷ, അതാണ് ചെറിയ കുട്ടികൾ മുതൽ മുതിർന്ന ആളുകൾ വരെ ഒരുപോലെ അവിടെ കാത്തു നിൽക്കുന്നു കാണാം, ഇരുവീഥികളിലുമായി ഘോഷയാത്രയെ വരവേൽക്കാൻ. കവടിയാർ ഭാഗത്ത് മുതൽ ഇതാ അങ്ങോട്ട് നോക്കിയാൽ കാണാൻ കഴിയുന്നത് അത് തന്നെയാണ്. കുഞ്ഞു കുട്ടികൾ മുതൽ വയസ്സായ ആളുകൾ വരെ ഈ കാഴ്ച കാണാൻ, ഈ വർണ്ണ കാഴ്ച കാണാനായി ഈ ഭാഗങ്ങളിലേക്ക് എത്തുന്നുണ്ട് എന്നുള്ളതാണ്. ഇതാ നമുക്കിങ്ങനെ സഞ്ചരിച്ച് നോക്കിയാൽ കാണാൻ പറ്റും. വളരെ സുന്ദരമായ മുഖങ്ങളാണ് ഇവിടെ കാണാനുള്ളത്. ഇതാ മയിലാട്ടവും നൃത്തവും ഒക്കെയായി നിരവധി ആളുകൾ ഇങ്ങനെയുണ്ട്. ഇതാ കവടിയാർ ഭാഗത്ത് നിന്നും നേരത്തെ പറഞ്ഞതുപോലെ മാനവീയത്തിൽ നിന്ന് ഘോഷയാത്ര ആരംഭിച്ചെങ്കിലും കവടിയാർ ഭാഗത്ത് നിന്ന് ഇതാ ഈ കലാരൂപങ്ങളോ ഈ ഫ്ലോട്ടുകളോ ഒന്നും നീങ്ങി തുടങ്ങിയിട്ടില്ല എന്നുള്ളതാണ്. കൂടുതൽ ആളുകൾ ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ഈ ഭാഗത്തൊക്കെ. പ്രധാനമായും നേരത്തെ റോഷിപാൽ പറഞ്ഞതുപോലെ ആ ഭാഗങ്ങളിലൊക്കെ
ഒക്കെയാണ് കൂടുതൽ ആളുകളായി എത്തുന്നത്. ഇവരൊക്കെ തന്നെ ഇതാ ഇങ്ങനെ നിറയെ കാഴ്ചകൾ, വർണ്ണ വിസ്മയമാണ് നമുക്ക് സത്യത്തിൽ ഇവിടെ വെച്ച് കാണാൻ കഴിയുന്നത്. ഇനി കുറച്ച് പിറകിലോട്ട് പോയാൽ ഇതിപ്പോ ഈ ഒരു ഭാഗത്തെയാണ്, ഇനി അങ്ങോട്ടേക്ക് പോയാൽ വീണ്ടും ഇതേ രീതിയിലുള്ള കാഴ്ചകൾ തന്നെയാണ് ഈ തലസ്ഥാനത്ത് നിന്നും കാണാൻ കഴിയുന്നത്. തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇവർ പറയുന്നത് ഒരു പോയിന്റിൽ നിന്ന് അടുത്തൊരു പോയിന്റിലേക്ക് പോകേണ്ടതുണ്ടെങ്കിൽ 1.5 മണിക്കൂറെങ്കിലും എടുക്കുമെന്നുള്ളതാണ് ഇവരുടെ ഒരു കണക്ക് കൂട്ടൽ. അങ്ങനെയെങ്കിൽ ഒരുപാട് നേരം എടുക്കും ഈ കവടിയാർ ഭാഗത്തു നിന്നും കിഴക്കേക്കോട്ട വരെ എത്താൻ എന്നുള്ളതാണ്. ഇതാ ഈ പൂമ്പാറ്റ വേഷത്തിലൊക്കെ ആളുകൾ എത്തി തുടങ്ങിയിട്ടുണ്ട്. വിനീത, പ്രധാനമായും നാനാത്വത്തിൽ ഏകത്വം എന്നൊക്കെ പറയുന്നത് പോലെ എല്ലാ വിവിധ ജില്ലകളിൽ നിന്ന് മാത്രമല്ല വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കലാരൂപങ്ങൾ കൂടി ഇവിടെ മാറ്റുരയ്ക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. അതായത് രാജസ്ഥാനിലെയും തെലങ്കാനയിലെയും ആന്ധ്രാപ്രദേശിലെയും തമിഴ്നാട്ടിലെയും ഒക്കെ കലാരൂപങ്ങൾ കൂടി ഇതിന്റെ ഭാഗമായി എത്തുന്നുണ്ട് എന്നുള്ളതാണ്. അങ്ങനെ ആകെ എല്ലാ കലാരൂപങ്ങൾ കൂടി ഇതിലേക്ക് എത്തുമ്പോഴാണ് ഇതിന്റെ ഭംഗി കൂടുന്നത് എന്നത് തന്നെയാണ് അതിലേറെ പ്രധാനപ്പെട്ട കാര്യം. ആദ്യം മുതൽ നമ്മൾ കണ്ടു വിവിധ വകുപ്പുകളുടെ പ്ലോട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. വികസനം ഈ 10 വർഷം കൊണ്ട് സർക്കാർ ഉണ്ടാക്കിയ വികസന പ്രവർത്തനങ്ങളൊക്കെ തന്നെയായിരുന്നു ആ ഓരോ പ്ലോട്ടുകളിലൂടെയും വരച്ചു കാണിക്കുകയും ചെയ്തത്. അതിന് പിന്നാലെ 1000-ലധികം കലാകാരന്മാർ പങ്കെടുക്കുന്ന കലാപരിപാടികളാണ്, ദൃശ്യ ശ്രവ്യ കലാരൂപങ്ങളുണ്ട്. അങ്ങനെ വിവിധ തരത്തിൽ നമുക്ക് കണ്ണിന് കുളിരേകുന്ന അല്ലെങ്കിൽ കണ്ടുകൊണ്ടേ നിൽക്കാൻ തോന്നുന്ന രീതിയിലാണ് ഇവിടെയുള്ള ഘോഷയാത്ര എന്നുള്ളതാണ്. ഇതങ്ങോട്ട് നീങ്ങി തുടങ്ങിയാൽ വലിയ രീതിയിലുള്ള ഒരു വർണ്ണവിസ്മയം ഇങ്ങനെ നീങ്ങി തുടങ്ങുന്ന കാഴ്ച കാണാൻ പറ്റുമെന്നുള്ളതാണ്. ഇത് കാണാനായും ആളുകളൊക്കെ എത്തുന്നുണ്ട്. ഒരുപക്ഷെ നമുക്ക് അവിടെ കണ്ട കുഞ്ഞു മക്കളും ഒക്കെ ആയിട്ട് വരുന്നുണ്ട്. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇത് പൂർണ്ണമായും ഒരു കാഴ്ച, എന്താണ് ഈ കാഴ്ച എന്നുള്ളതാണ്. വ്യത്യസ്ത വർണ്ണങ്ങളുണ്ട്, വിവിധ രൂപത്തിലുണ്ട്. ഡോഡോയും താറാവും കോഴിയും പൂമ്പാറ്റയും ഒക്കെ വിവിധ ദൃശ്യങ്ങളായി ഇങ്ങനെ റോട്ടിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അതിന്റെ കൗതുകം കുഞ്ഞു മക്കളിൽ കാണാൻ കഴിയും. അത്തരത്തിലുള്ള കുഞ്ഞു മക്കളെയും വലിയ ആളുകളുമൊക്കെ ഈ കുട്ടികളുമൊക്കെ ആയി ഇങ്ങനെ ഓരോരുത്തരായി ഇവിടേക്ക് എത്തുന്നുണ്ട്. ഏതായാലും വളരെ ഭംഗിയുള്ള കാഴ്ചകൾ തന്നെയാണ് ഈ ഭാഗത്തു നിന്നും കാണാൻ കഴിയുന്നത്. കുഞ്ഞുവാവി, പേരെന്താ? എങ്ങനെയുണ്ട് ഘോഷയാത്ര പരിപാടി? നല്ല ജോർ പരിപാടി, അടിപൊളി പരിപാടി. നമ്മൾ കാസർഗോഡ് നിന്നാണ് വരുന്നത്. കാസർഗോഡ് നിന്ന് മലയോരമയാണ് ശിവന് വെള്ളരിക്കൂട്ടി വരുന്ന സ്ഥലത്താണ്. കാസർഗോഡ് എന്ത് പരിപാടിയാണുള്ളത്? നമ്മള് മംഗലം കളിയാണ്. പിന്നെ നമ്മ തലമുറയായിട്ട് കൊണ്ടുവരുന്നവര് പിന്നെ മംഗലം കളിയാണ്. നമ്മളെ ആദിവാസികൾ കളിക്കുന്ന ഒരു കളിയാണ്. കാസർഗോഡ് നിന്ന് മംഗലം കളിയായിട്ടാണ് വന്നിട്ടുള്ളത്. അങ്ങനെ വിവിധ ജില്ലകളിൽ അടയാളപ്പെടുത്തേണ്ടതായ കലാരൂപങ്ങളൊക്കെ തന്നെയും ഇവിടെ ഇങ്ങനെ ഈ ഘോഷയാത്രയിൽ മാറ്റുരയ്ക്കുന്നുണ്ട് എന്നത് തന്നെയാണ് വിനീത അതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഏതായാലും അത്തരത്തിലുള്ള കാഴ്ചകൾ തന്നെയാണ് കാണാനുള്ളത്. ഇനി അങ്ങോട്ട് ഇത് നീങ്ങി തുടങ്ങുമ്പോൾ അത് മറ്റൊരു കാഴ്ചയായി മാറുമെന്നതിൽ ഒരു സംശയവുമില്ല. ഏതായാലും വർണ്ണ വിസ്മയം തീർക്കുന്ന കാഴ്ചകൾ തന്നെയാണ് ഈ കവടിയാർ ഭാഗത്തു നിന്നും ഇത് നീങ്ങി തുടങ്ങുന്നതേ ഉള്ളൂ. വിവിധ രൂപത്തിൽ വിവിധ ഫ്ലോട്ടുകളും ഇവിടേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. കേരള ബാങ്കിന്റെ ഒരു ഫ്ലോട്ട് നമുക്ക് അവിടെ കാണാൻ കഴിയും. അങ്ങനെ അതിന് പിറകിലായി ഓരോ ഫ്ലോട്ടുകൾ വീതം ഓരോ ഭാഗത്തായി നേരത്തെ ശിശുവികസന വകുപ്പിന്റെ ഒരു ഫ്ലോട്ട് കണ്ടു. അങ്ങനെ വ്യത്യസ്ത തരത്തിലുള്ള ഫ്ലോട്ടുകളും അണിനിരക്കുന്നു. 50ഓളം ഫ്ലോട്ടുകളാണ് ഇവിടേക്ക്, 60ഓളം ഫ്ലോട്ടുകളാണുള്ളത്. 90ഓളം കലാരൂപങ്ങളുണ്ട്. 1000-ലധികം കലാകാരന്മാരുണ്ട്. അങ്ങനെ ഒരു വലിയ, ഒരുപക്ഷെ ഏറ്റവും കൂട്ടായ്മയാണ് ഒരു വിജയം എന്നൊക്കെ പറയുന്നത് പോലെ നിരവധി ആളുകളുടെ പ്രയത്നം ഒരു ഭംഗിയായി മാറുന്ന ഒരു കാഴ്ചയാണ് തലസ്ഥാനത്ത് കാണാൻ കഴിയുന്നത്. ഒരുപക്ഷെ ഈ ഒരാഴ്ചക്കാലമായി ഓണത്തിന്റെ ആഘോഷത്തിലായിരുന്നു തലസ്ഥാന നഗരം എന്നുള്ളതാണ്. രാവും പകലും ഒരുപോലെ ആഘോഷിച്ചു തലസ്ഥാന നഗരം ഓണം. അതുപോലെ രാത്രിയായാൽ വെളിച്ചമായിരുന്നു ഇവിടെ മുഴുവൻ കാണാനുണ്ടായിരുന്നത്. ഇങ്ങോട്ട് വന്നാൽ വർണ്ണമാണ് ഇവിടെ കാണാനുള്ളത്. വ്യത്യസ്ത തരത്തിലുള്ള നിറങ്ങൾ, വ്യത്യസ്ത ആഘോഷങ്ങൾ, അങ്ങനെ ആളുകളെല്ലാം തന്നെ ആഘോഷിക്കുന്ന ഒരു കാഴ്ചയാണ്. ഏതായാലും സമാപനമാകും. പലതരം കലാരൂപങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. കാസർഗോഡ് മുതൽ അങ്ങ് തിരുവനന്തപുരം വരെയുള്ള എല്ലാ ജില്ലകളിലെയും സാംസ്കാരിക തനിമ വിളിച്ചോതുന്ന കലാരൂപങ്ങൾ ഓരോന്നായി അണിനിരക്കുന്നു. ഒപ്പം ഒപ്പനയും തിരുവാതിരക്കളിയും എന്നുവേണ്ട എല്ലാമുണ്ട്. നമുക്ക്